കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രഹ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ പഠനം അനേകരുടെ ആത്മിക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്ന് ദൈവവചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 10 കന്യകമാരുടെ ഉപമയാണ് കണ്ടത്. വളരെ ബൃഹത്തായിട്ട് കർത്താവ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ അവിടെ പ്രധാനമായും വരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് മാത്രമാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ജീവനോടെ കർത്താവിൻ്റെ ജീവനെ പ്രാപിച്ച്, ആത്മാവിനെ പ്രാപിച്ച്, ജീവൻ പ്രാപിച്ച് ആ വചനം നമുക്ക് ജീവനായി മാറുന്ന രീതിയിൽ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എത്ര വചനം കേട്ടിട്ടും നമുക്കറിയാം, അന്ന് ചുറ്റുപാടുമുള്ള ഒത്തിരി ആൾക്കാർ വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് ശിഷ്യന്മാരോട് മാത്രമാണ് കർത്താവ് സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ. അപ്പോൾ അവർ ഈ ജീവൻ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യം ശരിക്കും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ കോണ്ടക്സ്റ്റ് ഇതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വെറുതെ വചനം മാത്രം അത് വായിച്ചും പഠിച്ചും പീച്ചിലെടുത്തിട്ട് കാര്യമില്ല. അന്ത്യനാളിൽ പെട്ടെന്ന് ഹറിബറിയായിട്ട് ഇത് കണ്ടെത്താൻ പറ്റുകയുമില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ചില ആൾക്കാർ പറയേണ്ട അവസാന നിമിഷം എനിക്കൊരു മോമെൻറ്റ് കിട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും പരിപാടി നടക്കില്ല. കാരണം എപ്പോഴാണ് നമ്മൾ എപ്പോഴും വേദപുസ്തകം വായിക്കാൻ നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഇതാണ് ആ മോമെൻറ്റ്. ഇതിനപ്പുറത്തേക്കൊരു മോമെൻ്റ് ഇല്ല. ഇത് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് തരുന്നത് ഇപ്പോൾ ഈ അവസരം കിട്ടുന്ന സമയത്ത് ഒരുങ്ങുക എന്നുള്ളതാണ്. എനി ടൈം, ബിക്കോസ് ഇറ്റ്സ് ടു അൺസർട്ടൺ, എനി ടൈം എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ അത് സംഭവിക്കുന്നതിന് മുൻപ് നമ്മൾ ഒരുക്കമുള്ളവരും പ്രിപ്പയർഡ് ആയിട്ടുള്ളവരായിരിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അവസാന നിമിഷം അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റുന്നൊരു സാധനമല്ല ഇത്. അതായത് പെട്ടെന്ന് ഓടിപ്പോയി രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. ദർ ഇസ് എ ചാൻസ്, ദർ ഇസ് എ വേ ദാറ്റ് ദ ലോർഡ് ഈസ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരുക്കം, അന്ത്യകാലത്തേക്കുള്ള ഒരുക്കം എപ്പോഴും കരുതി വെക്കണം. ഒരു അൺബിലീവിങ് കമ്മ്യൂണിറ്റിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടും കാര്യമില്ല, നിങ്ങളുടെ ഉള്ളിൽ അത് ജീവനായി വരണം. ജീവനായി വരണമെങ്കിൽ അത് തെളിയിക്കപ്പെടണം. വിളക്ക് തെളിയണം. വിളക്ക് തെളിയണമെങ്കിൽ എണ്ണ വേണം. ദാറ്റ് മീൻസ് ഇക്വലൻ്റലി വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു മേക്ക് ദിസ് വർക്ക്. ഈ വചനം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ വേണം. ആത്മാവ് നമുക്ക് ജീവനെ പകരണം. അത് കത്തണം, ആ വിളക്ക് കത്തണം. ഒക്കെ നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് വെളിപ്പെടുന്ന രീതിയിൽ മണവാളന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ പാരബിളിൽ നിന്ന് മനസ്സിലാക്കാം. അന്ത്യകാലത്ത് ഓടിച്ചെന്നാൽ കിട്ടുന്ന ഒരു പരിപാടിയല്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമ കർത്താവ് പിന്നെയും പറയുകയാണ്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഈ ഒരു പാരബിൾ, ഉപമ സാധാരണഗതിയിൽ ആളുകൾ എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. അതെപ്പോഴും എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടാലൻ്റ് എന്നുള്ളൊരു വാക്ക്, ഒരു ഇംഗ്ലീഷ് വാക്ക് കാരണമാണ് ഈ ഉപമ ഭയങ്കര പ്രശസ്തമായിരിക്കുന്നത്. സ്റ്റുവാർഡ്ഷിപ്പ് എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയും ടാലൻറ്റുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? ദൈവം തന്നിരിക്കുന്ന ടാലൻറ്റുകളൊന്നും ചുമ്മാ വെച്ചുകൊണ്ടിരിക്കരുത്. അത് പെരുപ്പിക്കണം, വർദ്ധിപ്പിക്കണം. എന്താണ് ദൈവം തന്ന ടാലൻറ്റ്? നല്ലപോലെ പാടാൻ കഴിവുള്ളവനാണ് അവൻ പക്ഷെ പാടത്തില്ല. ആ ടാലൻ്റൊക്കെ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ചർച്ചിലൊരു താലന്ത് പരിശോധന നടത്തി നോക്കാം. ആർക്കാണ് ഏറ്റവും കൂടിയ താലന്ത് ഉള്ളത്? എന്താണ് ഈ താലന്ത്? ടാലൻ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഇതിൽ നിന്നുണ്ടായതാണ്. പക്ഷേ ഇവിടെ പറയുന്ന താലന്ത് എന്ന് പറയുന്നത് മെഷറാണ്. അതായത് ഇത്ര താലന്ത് സ്വർണം, ഇത്ര താലന്ത് വെള്ളി, അല്ലെ ഇത്ര താലന്ത് എന്ന് പറയുന്ന ഒരു മെഷർ. ഇത്ര മെഷർ അവന് കൊടുത്തു ധനം, ഇത്ര മെഷർ ധനം ഇവന് കൊടുത്തു. അങ്ങനെ 5ഉം 2ഉം 1ഉമായിട്ട് കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വിതറാത്തത് ചേർക്കുന്ന ഒരു യജമാനനല്ല, വിതയ്ക്കാത്തതെന്ന് കൊയ്യുന്ന ആളുമല്ല. കാരണം ആ യജമാനൻ്റെ സമ്പത്താണ് ഈ ദാസന്മാർക്ക് കൊടുത്തത്. പക്ഷെ ഇന്ന് നമ്മൾ ഈ താലന്തെന്ന് പറയുന്നത് യജമാനൻ പ്രത്യേകമായി അവൻ്റെ സമ്പത്തിൻ്റെ അധ്വാനഫലം തന്നതിൽ നിന്ന് കിട്ടിയതല്ല. നമ്മൾ ജനിച്ചപ്പോഴേ നമുക്കുണ്ടായിരുന്ന കഴിവുകളെയാണ് നമ്മൾ താലന്തെന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആദമികനായ പാപിയായ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അവനിൽ പാപം നിറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പാട്ട് പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്,
എന്തെങ്കിലുമുള്ള ഇങ്ങനെയുള്ള കലാപരമായ കഴിവുകളുള്ളവർ. അത് ദൈവം പ്രത്യേകമായി കൊടുത്ത ടാലൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, എല്ലാവരും ജനിപ്പിക്കുന്നത്, എല്ലാവർക്കും ജീവൻ കൊടുക്കുന്നത്. ആ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ പ്രത്യേകമായി അവരെ ഏൽപ്പിച്ചതാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ ലോകത്ത് താലന്തുകൾ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ടാലൻസ് എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെയും അവൻ്റെ ട്രെയിനിങ്ങിൻ്റെയും അവൻ്റെ അഭിരുചികളുടെയും ഒക്കെ ഭാഗമാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോഡ് ഗിവൺ. അതാണ് നമ്മൾ ഗോഡ് ഗിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിലെല്ലാം ദൈവം തന്നാണല്ലോ. നമ്മൾ കോമൺ ബ്ലെസ്സിങ്സ് നോക്കുമ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് കോമൺ ബ്ലെസ്സിങ്. പാടാൻ കഴിവുള്ള ഒത്തിരി പേര് വെളിയിലുണ്ട്, അകത്തുമുണ്ട്. ഓക്കെ, പ്രിയ സഹോദരങ്ങളെ, ദൈവം എന്താണ് കർത്താവ് ഇവിടെ കൊടുക്കുന്നത്? ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാവുന്ന കാഴ്ച, യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്തു, ശക്തിയോടെ എഴുന്നേറ്റു. യശയാവിൻ്റെ പുസ്തകം പറയുന്നത് മരിച്ചപ്പോൾ അവൻ്റെ ഓഹരി ധനവാന്മാരോട് കൂടെയായിരുന്നു. ഹി ഡൈഡ് ആസ് എ വെരി റിച്ച് പേഴ്സൺ, റിച്ച് ഇൻ ഹിസ് റൈച്ചസ്നെസ്, റിച്ച് ഇൻ ഹിസ് ഹോളിനെസ്. വിശുദ്ധിയിലും നീതിയിലും തികഞ്ഞവനായിട്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ ഹി വാസ് വെരി റിച്ച്. ഈ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോകുന്നത് എന്തായിരിക്കും? അവൻ്റെ സമ്പത്തായിരിക്കും. അതായത് ആത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന സമ്പത്ത്. അതാണ് ദൈവം നമ്മളെ സ്പെഷ്യലായി ഏൽപ്പിക്കുന്ന സമ്പത്തെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻഹറൻറ്റ് ടാലൻ്റ് ഒന്നുമല്ല. നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കുണ്ടാകുന്ന ടാലൻ്റ് അല്ല. നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കുണ്ടാകുന്ന ടാലൻറ്റിൻ്റെ അപകടം എന്തൊക്കെയാണെന്നറിയാമോ? അതിന് ഭയങ്കര അപകടങ്ങളുണ്ട്. ഒന്ന്, ഇത് സ്വയം മനുഷ്യനെ അഹങ്കരിപ്പിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ പാട്ട് പാടാൻ നല്ലപോലെ കഴിവുള്ളവരാണെങ്കിൽ വേറൊരാൾ പാടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നും. നിങ്ങൾ പ്രസംഗിക്കാൻ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നും. അസൂയ തോന്നിയില്ലെങ്കിൽ തോന്നിപ്പിക്കാനുള്ള പരിപാടി നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, മത്സരങ്ങൾ. എന്തതിശയമേ ദൈവത്തിന് സ്നേഹമെന്ന്, അയാൾ പാടിയതാണോ നല്ലത്, ഇയാൾ പാടിയതാണോ നല്ലതെന്ന് മാർക്കിടുമ്പോഴേ തീർന്നു. കാരണം അത് ദൈവത്തിൻ്റെ സ്നേഹം താങ്ങാനാകാതെ, ഉൾക്കൊള്ളാനാകാതെ സിന്ധു നദി പോലെ ഒഴുകുന്ന വലിയ സ്നേഹത്തെക്കുറിച്ച് പാടിയതാണ്. ആ പാട്ട് ഏത് രീതിയിൽ പാടി എന്നുള്ളതല്ല പ്രസക്തി, ഏത് ആത്മാവിൽ പാടി, ഏത് ഇൻറ്റൻസിറ്റിയോടുകൂടി പാടി എന്നുള്ളതാണ്. അതിൻ്റെ ട്യൂണല്ല കർത്താവ് നോക്കുന്നത്, അതിൻ്റെ ഡെപ്താണ്. അപ്പോൾ എന്താണ് കർത്താവ് തരുന്ന താലന്ത്? കർത്താവ് നമ്മൾ ഏൽപ്പിക്കുന്ന സമ്പത്തെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സമ്പത്താണ്. അവൻ നടത്തുന്ന ബിസിനസ്സിൻ്റെ സമ്പത്താണ്. ഈ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നത് അതൊരിക്കലും ടാലൻ്റല്ല, താലന്താണ്. ഈ താലന്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ആത്മീക കൃപാവരങ്ങളുടെ ഒരു മെഷറാണ്. അത് പലർക്കും പല രീതിയിലാണ് കിട്ടുന്നത്, അപ്പോൾ ഇത് വിനിമയം ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. ഇതാണ് ഈ നമ്മുടെ പുതിയ നിയമത്തിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ആദ്യത്തെ പബ്ലിക് പ്രസംഗം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അന്ന് മുതൽ സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സാർ എന്നോട് പറഞ്ഞു, പ്രസംഗിക്കാൻ സ്റ്റേജിൽ നിൽക്കുന്നവർക്കെല്ലാം ഒരു വിചാരമുണ്ട്, അവർക്ക് മാത്രമേ വിവരമുള്ളൂ, ബാക്കി മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്ന് അവർ ചിന്തിക്കുന്നത്. ഞാൻ ആലോചിക്കുമ്പോൾ സംഗതി ശരിയാണ്. ഈ പ്രസംഗത്തിൻ്റെ ഒറേറ്ററി സ്കിൽ, അല്ലെങ്കിൽ സ്റ്റേജിൽ ഒരാൾ നിൽക്കാൻ നിർബന്ധിക്കപ്പെട്ടാൽ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്നത് മുമ്പിൽ ഇരിക്കുന്ന ആരാന്നുള്ളത് അങ്ങ് മറക്കുകയാണ്. അവർക്ക് ചിലപ്പം നമ്മൾ പറയുന്ന മണ്ടത്തരമായിരിക്കും, പക്ഷേ അവരതിനെക്കുറിച്ച് നോക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വി ഡൈ ടു ദം ആൻഡ് സ്പീക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണ് പുള്ളി പറയുന്നത്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റേജിനെ നേരിടാൻ വേണ്ടി കാണിക്കുന്ന പല തന്ത്രങ്ങളിലൊന്നാണ് അവർക്കൊരു വിവരമില്ല എന്ന് അസ്യൂം ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി മണ്ടത്തരങ്ങൾ ആൾക്കാർ അങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നൊരു ഏതാണ്ട് 500ഓളം പ്രസംഗങ്ങളെങ്കിലും വെളിയിൽ പ്രസംഗിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു സുവിശേഷ പ്രസംഗം, അതായത് ബൈബിളിൽ നിന്നൊരു പ്രസംഗം പ്രസംഗിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര അനുഭവമായിരുന്നു. ഈ ടാലൻ്റ് കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് കർത്താവ് കാണിച്ചതെന്ന് അന്നാണ്. ഞാൻ 1997 ഒരു ദിവസം ഞാൻ അന്ന് പോയിക്കൊണ്ടിരുന്ന ചർച്ചിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുമ്പോൾ അന്ന് രാവിലെ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നീ വചനം പറയണം 15 മിനിറ്റ്. ഞാൻ സ്ഥാനപ്പെട്ടിട്ട് 8 മാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം എനിക്ക് പ്രസംഗിച്ച് പരിചയമുള്ളതുകൊണ്ട് എനിക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല. തന്നെ ഈ ബൈബിൾ വായിക്കുന്നതിനകത്തൊരു തോട്ട് ഷെയർ ചെയ്യാൻ നല്ല സ്റ്റൈലായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരു പേപ്പറിലേക്ക് എഴുതി ഭംഗിയായിട്ട് ഞാൻ കൊണ്ടുപോയി. അപ്പം മീറ്റിംഗ് തുടങ്ങി, പാട്ട് പാടി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ചേസ് ബ്രദർ നിങ്ങളോട് വചനം സംസാരിക്കാൻ. സ്ഥാനപ്പെട്ട് ഒരു 6, 7, 8 മാസമായിട്ടുള്ളൂ. ഞാൻ ബൈബിൾ എടുത്തു. ബൈബിളിനകത്ത് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടുവന്ന സ്ലിപ്പുണ്ട്. ഈ സ്ലിപ്പ് എടുത്ത് ഇങ്ങനെ പിടിച്ചു എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭയം എൻ്റെ ഉള്ളിലേക്ക് വന്നു.
ദേഹമെല്ലാം ചൂടായി വേർത്ത്. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് 15-20 മിനിറ്റ് പ്രസംഗിക്കേണ്ട ഞാൻ 5 മിനിറ്റ് കൊണ്ട് പരിപാടി നിർത്തും. എനിക്ക് എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് പിടികിട്ടിയത്, ഈ സെക്യുലർ ഫീൽഡിൽ ഇറങ്ങുന്ന ആ ഒരു വരമല്ല ഇത് വേറെ സാധനമാണ്. ഇത് ദൈവം നമുക്ക് തരുന്നൊരു നിയോഗത്തിൽ നിന്ന് വേണം സംസാരിക്കാൻ. നമ്മുടെ പഴയ സാധനം എടുത്തുകൊണ്ട് വന്ന് അലക്കിയാൽ പറ്റത്തില്ല. അത് ദൈവത്തിന് സ്വീകാര്യമല്ല. കാരണം ആ ഒരു അപ്രോച്ച്, ആ ഒരു ലോകത്തിൻ്റെ അപ്രോച്ച് വെച്ച് വചനം പറയുക എന്നുള്ള ദൈവത്തിന് സ്വീകാര്യമല്ല. ഞാനിവിടെ തകരേണ്ടത് ആവശ്യമായിരുന്നു. പ്രിയ സഹോദരങ്ങൾ, എത്ര നാൾ ഞാൻ ഇപ്പോഴും സംസാരിക്കുമ്പം ഒരുപക്ഷെ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കറിയാമായിരിക്കാം, ഞാൻ വളരെ ടെൻഷനോടെ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞായിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഐ എം സ്റ്റിൽ നെർവസ്. ഈ ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുമ്പോൾ, കർത്താവെ നീ എന്നോട് സംസാരിക്കുന്നൊരു പ്രാർത്ഥനയോട് ഇരിക്കുമ്പോഴും എനിക്കിത് മുമ്പോട്ട് തള്ളി വിടാനാണ്. അതായത് ഐ ഹാവ് ദാറ്റ് ഫിയർ ഈവൻ നൗ. പക്ഷേ ഞാനന്ന് പ്രസംഗിച്ചു നടന്ന കാലത്ത് എനിക്കൊരു ഫിയറും ഇല്ലായിരുന്നു. എൻ്റെ ടൈം ആകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു, അറ്റാക്ക് ചെയ്ത് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഈ സുവിശേഷ പ്രസംഗത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കഴിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ അത് മരിച്ചു. ഇപ്പോൾ ഭയത്തോടും വിറയലോടും കൂടി അല്ലാതെ ഈ വചനം എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. എൻ്റെ മുമ്പിലുള്ളവർ മണ്ടന്മാരാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് കരുണയും സ്നേഹവും ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേഷനും ഇല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ദിസ് ഈസ് എൻറ്റയർലി സംതിങ് ന്യൂ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെറുപ്പത്തിലെ ആ പിള്ളേരെ പിടിച്ച് അവർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതെല്ലാം അവരിൽ അഹങ്കാരവും വർദ്ധിപ്പിച്ചിട്ട് അവസാനം നിങ്ങൾക്കറിയാമോ, ഈ പാട്ട് പാടുന്നവരുടെ ഇടയിലും പ്രസംഗിക്കുന്നവരുടെ ഇടയിലുള്ള കോമ്പറ്റീഷൻ എത്ര ഭയങ്കരമാണെന്ന്. ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം വൺ വാണ്ട്സ് ടു ക്രോസ് ദ അതർ, എക്സൽ ദ അതർ. എന്താണിത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാഗനിസമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കിൻ്റെ തെറ്റിദ്ധാരണയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകുന്നത് കൃപാവരങ്ങളാണ്, കൃപയാണ്, ആത്മാവിൻ്റെ ധനമാണ്, ക്രിസ്തുവിൻ്റെ ധനമാണ്. അല്ലാതെ നമ്മുടെ ഇന്നേറ്റ് ടാലൻറ്റുകളല്ല, ആ ബോൺ ടാലൻ്റ് അല്ല. അതല്ല ദൈവത്തിന് വേണ്ടത്. അതിനൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ പത്രോസും പൗലോസും തന്നെയാണ്. പൗലോസ് ഭയങ്കര പഠനമുള്ള ഒരാളായിരുന്നു. ഗമാലിയലിൻ്റെ സെൻറ്ററിൽ ഇരുന്ന് പഠിച്ച ആളാണ്. ഈസ് എ വെരി പവർഫുൾ സ്കോളർ. പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. പത്രോസിന് എന്തറിയാം? ഒന്നും അറിയത്തില്ല. പത്രോസിനെ പിടിച്ച് കർത്താവ് പറയാണ്, നീ പോയി വേണം സെന്നിദ്രീൻ സംഘത്തോടും യഹൂദന്മാരോടും സംസാരിക്കാൻ. അപ്പോൾ പൗലോസ് ചിന്തിക്കും, ഞാൻ എങ്ങോട്ട് പോകും? കർത്താവ് പറഞ്ഞ്, നീ പോയി ബർബരന്മാരുടെ അടുത്ത്, എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്ത സാധാരണക്കാരായ ആൾക്കാരുണ്ടല്ലോ, കൊരിന്തിലുള്ള സ്കോളേഴ്സൊന്നുമല്ല, ഗ്രീക്ക് സ്കോളേഴ്സൊന്നുമല്ല, സാധാരണ മനുഷ്യരോട്, ജാതികളോട്, വചനമറിയാത്തവരോട്, ന്യായപ്രമാണം അറിയാത്തവരോട് പോയി സംസാരിക്കുക. നേരെ തിരിച്ചു വിട്ടിരുന്നെങ്കിലോ, പൗലോസ് ഭയങ്കര സ്കോളർഷിപ്പോട് കൂടി യഹൂദന്മാരോട് സംസാരിക്കുമായിരുന്നു. ജാതികളോട് സംസാരിക്കാൻ പത്രോസ് മതിയായിരുന്നു. പക്ഷേ കർത്താവ് അങ്ങനെയല്ല കണ്ടത്. കർത്താവിന് വേണ്ടത് നിസ്സഹായരായി സ്റ്റേജിൽ നിൽക്കുന്ന ശുശ്രൂഷകരായിരുന്നു. പത്രോസ് നിസ്സഹായനായി സെന്നിദ്രീൻ സംഘത്തിന് മുമ്പിലും യഹൂദന്മാരുടെ മുമ്പിലും ആചാര്യന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പം കർത്താവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവെ, നീ വാ തുറന്നിട്ടല്ല, നീ എനിക്ക് വായിൽ തന്നിട്ടല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന ഒരു തകർച്ചയിലേക്ക് വരണം. ഇന്ന് പല ആൾക്കാരും പ്രസംഗിക്കാൻ വരുമ്പം തകർച്ചയിൽ നിന്നല്ല അവർ പ്രസംഗിക്കുന്നത് അവരുടെ അറിവിൽ നിന്നാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്ന താലന്തല്ല, ദൈവത്തിൻ്റെ ഗിഫ്റ്റ് അല്ല. ദൈവത്തിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വരുന്നതല്ല, നമ്മുടെ ബ്രോക്കൺനെസ്സിലാണ് ദൈവം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അവർ വിസ്ഡം ദാറ്റ് വി ആർ ഡിസ്പെൻസിങ് ഫ്രം ദ പുൾപിറ്റ്. ഇറ്റ് ഷാൽ നോട്ട് ബി. അതങ്ങനെ ആയിക്കൂടാ. കർത്താവ് നമുക്ക് തരുന്ന കൃപയിൽ നിന്ന് വേണം സംസാരിക്കാൻ, നമ്മുടെ വിസ്ഡത്തിൽ നിന്നാകരുത്. നമ്മുടെ വിസ്ഡത്തിൽ ചിലപ്പോൾ 1-2 എക്സാമ്പിൾസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കാം. ബട്ട് ദ വേർഡ് ഹാസ് ടു കം ഫ്രം എബവ്, വേർഡ് ഹാസ് ടു കം ഫ്രം ദ ലോഡ്. ഇത് താലന്ത് അങ്ങനെയാണ് കർത്താവ് ഏൽപ്പിക്കുന്നത്. അത് കുഴിച്ചിട്ടിട്ട് നമ്മുടെ ബിസിനസ്സും ചെയ്ത് നടന്നിട്ട് അവസാനം കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഈ മൂന്നാമത്തെ ആൾ, നിങ്ങൾക്ക് കഥ ഇത്ര അറിയാവുന്നതുകൊണ്ട് അറിയാമെന്ന് ഞാൻ അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇത് മുഴുവൻ വിശദീകരിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ചുരുക്കമായിട്ട് പറയാം. 5 താലന്തുള്ള ഒരാൾ, 5 താലന്ത് കിട്ടിയ ആൾ അത് ബിസിനസ് ചെയ്ത് 5 കൂടി ആയി 10 ആക്കി. 2 താലന്തുള്ള ആൾ അതും ബിസിനസ് ചെയ്ത് 4 ആക്കി, ഇരട്ടിയാക്കി. മൂന്നാമത്തെ ആൾ ബിസിനസ് ചെയ്തില്ല, അദ്ദേഹം അത് കുഴിച്ചിട്ടു. ഈ കുഴിച്ചിട്ട ആളോട് കർത്താവ് അവസാനം ബാക്കി 2 പേർക്ക് റിവാർഡ് കൊടുക്കുന്നു. കുഴിച്ചിട്ട ആളോട് കർത്താവ് ചോദിക്കുന്നത്, എന്തിനാണ് നീ ഇത് കുഴിച്ചിട്ടത്? എന്താണ് നീ അറ്റ്ലീസ്റ്റ് ഇത് എങ്ങനെയെങ്കിലും ഒരു വിനിമയം ചെയ്യും, എന്തെങ്കിലും ഇതുകൊണ്ടൊന്ന് ചെയ്യാമായിരുന്നല്ലോ, ഞാൻ നിന്നെ ഏൽപ്പിച്ചൊരു കാര്യം കൊണ്ട്. അപ്പോൾ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു മറുപടിയാണ് കർത്താവിനോട്. കർത്താവെ, നീ വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും, യജമാനനെ നീ വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്തിടന്ന് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ടനായ ഒരു കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തിയോളജി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതാണ്. സ്വന്തം പ്രവൃത്തികളാൽ ആൾക്കാർ അധ്വാനിക്കാൻ ശ്രമിക്കുന്നു. കർത്താവ് വിതച്ചതല്ല,
കർത്താവ് വിധിച്ചത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ കഴിവാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കഴിവ് ഉപയോഗിച്ച് പ്രസംഗിക്കുന്നു, കഴിവ് ഉപയോഗിച്ച് എല്ലാം ചെയ്യുന്നു. എന്നിട്ട് കർത്താവിനോട് പറയുന്നു, നിന്നെ എനിക്ക് ഭയമാണ്, ഞാൻ ചെയ്ത് ശരിയായില്ലെങ്കിൽ നീ തരാത്തതിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നവനാണ്, വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്ന, അതായത് നീ ഇങ്ങോട്ടൊന്നും ചെയ്യാതെ എൻ്റെ കയ്യിലുള്ള തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ശരിക്കും പ്രവൃത്തിയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ പറയാം, കർത്താവ് എന്നെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതല്ല, ഞാൻ പ്രവർത്തിക്കുന്നത് ദൈവം എടുക്കുവാണ്. അപ്പോൾ അവൻ എനിക്ക് തന്നതല്ല ഞാൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അവൻ വിതയ്ക്കാത്തടന്ന് കൊയ്യുകയും വിതറാത്തടന്ന് ചേർക്കുകയുമാണ്. അങ്ങനെയുള്ളൊരു കഠിന മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളി പറയാം, എനിക്കങ്ങനെ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു, നിന്നെ പേടിച്ചു. ഇനി നീ എങ്ങാനും വന്ന് പൈസ കൊടുക്കും ചോദിക്കുമ്പം നീ എന്തെങ്കിലും പറഞ്ഞാൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാലോ, അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, കാരണം ബിസിനസ്സിൽ എന്ത് സംഭവിക്കാമല്ലോ, അത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു കഴിയുമ്പം അത് ഭയങ്കരമായൊരു വേദനാജനകമായൊരു കാര്യം. പ്രിയ സഹോദരങ്ങളെ, അനേകം ആളുകൾ ദൈവം എന്താണ് അവരോട് പറയുന്നതെന്നറിയാതെ, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ എന്താണെന്നറിയാതെ, അവരെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം അറിയാതെ അവർ സ്വന്തം ബുദ്ധി കൊണ്ട് ശുശ്രൂഷിക്കുകയും കർത്താവിന് അടുത്തേക്ക് എത്താൻ വേണ്ടി സ്വന്തം പ്രയത്നം കൊണ്ട് അധ്വാനിച്ചിട്ട് അവസാനം പറയുന്നത്, നീ തന്നതല്ല, ഇതെൻ്റെ പണിയാണ്, നീ തന്നതല്ല, ഞാൻ അധ്വാനിച്ചതാണ്, നീ വിതയ്ക്കാതെ നീ കൊയ്യാൻ വന്നിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വിതയ്ക്കാത്ത വിത്ത് കൊയ്യാൻ കർത്താവ് വരികയില്ല. അവൻ നമുക്ക് തരാത്ത താലന്തുകൾ നമ്മളോട് ചോദിക്കുകയുമില്ല. അവൻ തന്ന ആത്മാവിൻ്റെ കൃപാവരങ്ങളുടെ വിനിയോഗം, കാരണം മരിക്കുമ്പോൾ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ കാണുന്ന, അവൻ ബദ്ധന്മാരെ പിടിച്ചു ഉയരങ്ങളിൽ കൊണ്ടുപോയി അവർക്ക് ഗിഫ്റ്റുകളെ കൊടുത്തു. ആ ഗിഫ്റ്റ് പ്രകാരം ചില ആളുകൾ അപ്പോസ്തലന്മാരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കൃപാവരങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകുന്നതാണ്. അപ്പോസ്തലനായിരിക്കാനാണെങ്കിലും ഉപദേഷ്ടാവായിരിക്കാനാണെങ്കിലും ഇടയനായിരിക്കാനാണെങ്കിലും ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കാനുള്ളതാണെങ്കിലും ഇതിലൊന്നും ദൈവം നൽകുന്ന താലന്തുകളുടെ വിനിയോഗം നടത്താതെ അവനവൻ്റെ എഡ്യൂക്കേഷനിൽ നിന്നും സോൾ പവറിൽ നിന്നും മാനിപ്പുലേഷനിൽ നിന്നും ഇത് നടത്തുന്ന ആളുകൾ ഈ അന്ത്യകാലത്തെ അവർ ഒറ്റ താലന്തുമായിട്ട് പോയി അതിനെ കുഴിച്ചിട്ട ആളെ പോലെയാണ്. ഹി നെവർ യൂസസ് വാട്ട് ദ ലോഡ് ഹാസ് ഗിവൺ ഹിം, ഇൻസ്റ്റെഡ് ഹി പിക്സ് അപ്പ് എവറിത്തിങ് ഫ്രം വാട്ട് ഹി ഹാസ് അച്ചീവ്ഡ്. അവൻ്റെ എബിലിറ്റി, അവൻ്റെ കഴിവ്, അങ്ങനെ ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി മനോഹരമായി ചിരിക്കുകയും കെട്ടിപ്പിടിക്കുക, അവരുടെ കയ്യിലുള്ള പൈസ എടുത്ത് മാറ്റുകയും ചെയ്യുന്നവൻ കർത്താവ് തന്ന കൃപയല്ല ഉപയോഗിക്കുന്നത്. ഈ മനുഷ്യരുടെ തന്ത്രങ്ങൾ, ഗൂഢതന്ത്രങ്ങളാണ് അവരെ ആ പരിപാടികളിലേക്ക് എത്തിക്കുന്നത്. ഇവനാണ് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വിതയ്ക്കാത്തടന്ന് കൊയ്യുകയും വിതറാത്തടന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഇവൻ അറിയാമെന്നാണ് പറയുന്നത്. ഇവൻ അറിയാമെന്ന്, ദാറ്റ് മീൻസ് ഹി ഹാസ് എ ഫോൾസ് ഐഡിയ അബൌട്ട് that businessman or that master. വളരെ മോശമായൊരു ആശയം പുള്ളി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്, അവർക്ക് സംശയങ്ങളല്ല. ഈ പുള്ളിക്ക് സംശയമൊന്നുമില്ല കേട്ടോ. ഇതാൾ കഠിന മനുഷ്യനാണെന്ന് പുള്ളി അറിഞ്ഞെന്നാണ് പറയുന്നത്, അറിഞ്ഞിട്ട് ഭയപ്പെട്ടത്. എനിക്ക് നിന്നെ അറിയാം, നീ ഇങ്ങനെയാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്, സംശയരോഗികൾ, അവരങ്ങനെയാണ്. അവർക്ക് ഭാര്യയെ സംശയമല്ല, ഭാര്യ അങ്ങനെയാണെന്ന് അവർക്ക് ഉറപ്പാണ്. സംശയം എന്ന് പറയുന്നത് നമ്മളാണ്. ശരിക്കും അവരെ സംബന്ധിച്ച് ഉറപ്പാണ്. എന്തിനാണ് എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, അത് ഉദ്ദേശം അതല്ലേ എന്ന് ചോദിക്കുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ സംശയിക്കുകയല്ല. അയാളെ സംബന്ധിച്ച് അയാൾക്കത് ഉറപ്പാണ്. അതുപോലെ ഇയാൾക്കും ഇത് ഉറപ്പാണ്. യജമാനൻ കഠിനഹൃദയനാണെന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അയാളുടെ ഹൃദയം എങ്ങനെയുള്ളൊരു ഹൃദയമായിരിക്കും. അയാളൊരു മറ്റൊരു ഓപ്ഷൻ ചിന്തിക്കുന്നതേയില്ല. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് താലന്തുകൾ വർദ്ധിപ്പിക്കാൻ പോകുമ്പോൾ ആലോചിച്ചോണം, അവരെ ഒന്നും കർത്താവ് പിന്നെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ താലന്ത് പരിശോധനയിൽ വിജയിക്കുന്നവരൊക്കെ എവിടെ പോയി? അവരാണോ ശുശ്രൂഷകരായിട്ട് വരുന്നത്? അല്ല, അവരൊന്നും ദൈവം ഉപയോഗിക്കുന്നില്ല. പൗലോസ് അവൻ്റെ ജ്ഞാനിയാന്നുള്ള അവൻ്റെ മനോഭാവത്തിൽ തകർന്ന് ആ കൊരിന്തിലെ തെരുവിലെ വേശ്യകളോടും പാപത്തിൽ ജീവിക്കുന്ന അക്ഷരാഭ്യാസമില്ലാത്ത ബർബരന്മാരോടും സംസാരിക്കാൻ മാത്രമുള്ള വിനയം പൗലോസിനുണ്ടാകണം. അവരുടെ കൂടെ പോയി ഇരിക്കാനുള്ള വിനയം പൗലോസിനുണ്ടാകണം. കർത്താവ് പൗലോസിനെയാണ് സ്നേഹിക്കുന്നത്, അവൻ്റെ വിദ്യാഭ്യാസത്തെയോ അവൻ്റെ കയ്യിലുള്ള സാധനങ്ങളെയോ അവൻ്റെ ടാലൻറ്റുകളെ അല്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ടാലൻറ്റുകൾ നോക്കിയല്ല. ദൈവം നിങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങളുടെ ടാലൻറ്റുകൾ നോക്കിയല്ല. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ, ദൈവരാജ്യം പണിയുവാൻ അവൻ വിതയ്ക്കാത്തടത്ത് അവൻ കൊയ്യുകയോ വിതറാത്തടത്തുനിന്ന് അവൻ ചേർക്കുകയോ ഇല്ല. അവൻ നമുക്ക് തന്നത്, ആത്മാവിൽ നമ്മളിൽ നിക്ഷേപിച്ചത്, പുതിയ നിയമത്തിൻ്റെ കൃപയായി നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, അധികാരം, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, ശുശ്രൂഷകൾ, ഏതെങ്കിലും ഒരു കൃപാവരം ഉണ്ടെങ്കിൽ ഇത് വിനിയോഗം ചെയ്ത് കാണാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് അവന് മഹത്വം ഉണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കഴിവുകളെ ഞാൻ വിനിയോഗിച്ചാൽ ദൈവത്തിന് എന്താ മഹത്വം? എൻ്റെ കഴിവുകളെ ഞാൻ വിനിയോഗിച്ചാൽ എനിക്കാണ് മഹത്വം. പക്ഷെ ദൈവം തന്നതിനെ ഞാൻ ഉപയോഗിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. ദൈവം എന്താ തരുന്നത്? നമുക്ക് സ്പെഷ്യലായിട്ട് ബാക്കി ആൾക്കാർക്ക് കൊടുക്കാത്ത ഗിഫ്റ്റ്, അത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാണ്.
അതിനെയാണ് നമ്മൾ ഇവിടെ താലന്തെന്ന് പറയുന്നത്. ഇന്ന് ആണ് ഈ വേർഡ് ഉണ്ടായത്. അന്ന് താലന്തെന്ന് പറയുമ്പം അതൊരു മെഷർ ഓഫ് ഗിഫ്റ്റ് എന്നുള്ളതാണ്, മെഷർ ഓഫ് സബ്സ്റ്റൻസ്. അത് ഈ യജമാനൻ ധനമായി കൊടുക്കുകയാണ്, അവർക്ക് ഒരു ഡിപ്പോസിറ്റായി, ബിസിനസ് ചെയ്യാനുള്ള ഡിപ്പോസിറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു മെഷറാണ്. ഓക്കെ, ഇന്നതിനെ നമ്മളൊരു ടാലൻ്റ് എന്നുള്ളത് നമ്മുടെ ഇന്നേറ്റ് ഇൻഹറൻറ്റ് എബിലിറ്റീസ്, അതായത് എന്താണ് പറയുന്നത്, ജന്മവാസനകളെ കുറിച്ച്, ജന്മനാ ഉള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ജന്മനാ ഉള്ള കഴിവുകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. An old man can never, that previous man, that sinful man, a humanity, ആ മനുഷ്യൻ്റെ യാതൊരു കഴിവ് കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. എൻ്റെ ഒറേറ്ററി സ്കിൽ കൊണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ഞാൻ പുൾപിറ്റിൽ എപ്പോൾ ബ്രോക്കൺ അല്ലയോ അപ്പോൾ എൻ്റെ ശുശ്രൂഷ തീർന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൃശ്ശൂരിലൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന സമയത്ത് എൻ്റെ പ്രസംഗത്തിന് മുമ്പ് ഒരു സഹോദരൻ അവിടെ ഒരു പാട്ട് പാടി. ആ പാട്ട് ഇതായിരുന്നു, പോകല്ലേ കടന്നെന്നെ. അത് വളരെ പ്രശസ്തമായൊരു പാട്ടാണ്. പാസ് മീ നോട്ട് ഓ ജെൻറ്റിൽ സേവിയർ, അതാണ് ആ പാട്ട് ഇംഗ്ലീഷിൽ. അപ്പം അദ്ദേഹം അത് പാടി. അപ്പം ഞാൻ ബാക്കിലിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കാം, ഈ പാസ് മീ നോട്ട് ഓ ജെൻറ്റിൽ സേവിയർ, എന്നെ വിട്ടിട്ട് പോകല്ലേ കർത്താവേ. അങ്ങനെ കർത്താവ് എന്നെ വിട്ടിട്ട് പോകുമോ? എന്തിനാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ദൈവം എന്നെ ഓൾറെഡി തിരഞ്ഞെടുത്തല്ലേ, ഇനി എന്നെ വിട്ടിട്ട് പോകുമോ? അപ്പോൾ അടുത്ത വാക്യം ഇങ്ങനെയാണ്, മറ്റുള്ളവരെ നീ ദർശിക്കുമ്പോൾ എന്നെയും ഒന്ന് ദർശിക്കണേ. ഇത് എനിക്ക് തോന്നി ഇത് രക്ഷ വരാത്തൊരാളുടെ പാട്ട് വല്ലതും ആണോ? അപ്പോൾ ഈ പാടിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഇത് ഫാനി ജെ ക്രോസ്ബി എഴുതിയ പാട്ടാണ്. ഫാനി ജെ ക്രോസ്ബി എഴുതിയ പാട്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം മാറി. കാരണം ആ ഫാനി ജെ ക്രോസ്ബി എഴുതിയൊരു പാട്ടിലൊരു ദുരുപദേശം ഉണ്ടാവുകയില്ല. കാരണം അത് ഉപദേശപരമായി കൃത്യമായി വെളിപ്പാടുള്ള ഒരു പാട്ടുകാരിയാണ് ഫാനി ജെ ക്രോസ്ബി. ഷി വാസ് എ ബ്ലൈൻഡ് ഹിം റൈറ്റർ. അപ്പോൾ ഞാൻ അരിച്ചു എന്തായി പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോഴാണ് എൻ്റെ പ്രസംഗിക്കാനുള്ള സമയമായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത കിടക്കുകയാണ്. ഞാൻ പുൾപിറ്റിലേക്ക് കൊണ്ടുവന്ന് ബൈബിൾ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു, ഒരു ശബ്ദം ഞാൻ കേൾക്കാൻ എൻ്റെ ഉള്ളിൽ, എന്താണ് ഇവരോട് സംസാരിക്കാനുള്ളതെന്ന് നിനക്കറിയാമോ? അപ്പം ഉത്തരമായിട്ട് എൻ്റെ ഉള്ളിൽ വരികയാണ്, അറിയാം. കാരണം ആദ്യമായിട്ട് ആ സഭയിൽ വരുന്നതാണ്. എനിക്കറിയാം വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിക്കണം. കാരണം പെന്തക്കോസ്തിൽ ഒത്തിരി പേരും വീണ്ടും ജനിച്ചിട്ടില്ല. മാനസാന്തരത്തെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിക്കണം. നാളൊരു ചാൻസ് രാത്രി കർത്താവ് വന്നാൽ, അപ്പോൾ അതൊരു എമർജൻസിയാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്കറിയാമെന്ന് ഞാൻ പറയുകയും പെട്ടെന്ന് എൻ്റെ ചുറ്റും ആരുമില്ലാത്തൊരു ശൂന്യത പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒന്നും കർത്താവിനോട് സംസാരിക്കുന്നില്ല. ഐ ഫെൽറ്റ് ഐ വാസ് ഇൻ എ ഡെസേർട്ട്. അപ്പോഴെനിക്ക് മനസ്സിലായത്, എനിക്കെല്ലാം അറിയാമെങ്കിൽ കർത്താവിന് എന്നെ കടന്നു പോകാം. കർത്താവ് എൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ ഹാവ് മൈ ടാലൻറ്റ്, ഐ ഹാവ് മൈ നോളജ്. എൻ്റെ അറിവുണ്ട്, എൻ്റെ ഓർമ്മയുണ്ട്, എൻ്റെ ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, പറയാനുള്ള കഴിവുണ്ട്. കർത്താവ് അവിടെ ആവശ്യമില്ല. ഞാൻ അവിടെ പ്രസംഗിച്ചാൽ മതി. ആ മോമെൻറ്റിൽ എനിക്ക് മനസ്സിലായി, ഇതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ആ പുൾപിറ്റ് എന്ന് പറഞ്ഞു, പോകല്ലേ കടന്ന് തന്നെ, നീ പോയാൽ ഞാനൊരു അനാഥനെ പോലെ പൊട്ടനെ പോലെ ഇവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമ്മൾ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ കഴിവുകളല്ല, ഒരിടത്തുമല്ല, അത് ദൈവം അംഗീകരിക്കുന്നതേ ഇല്ല. നമ്മുടെ കഴിവുകളൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. വി ഹാവ് ടു റിസീവ് ഫ്രം ഹിം. അവനിൽ നമ്മൾ പ്രാപിച്ചേ പറ്റുള്ളൂ, അത് വിനിയോഗം ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാനുള്ള സകല ധനവും അത് കർത്താവിൽ നിന്ന് തന്നെ വരികയുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന എന്തുകൊണ്ടാണ് സഭകൾ ഇങ്ങനെ ആയിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം അവരവരുടെ ആ മാനുഷികമായ കഴിവുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ചിന്താഗതികളുണ്ട്, ഫിലോസഫി കൊണ്ടാണ്. ഒരാൾക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ തോന്നുകയാണ് പുതിയൊരു തോട്ട്, ഓക്കെ ഇന്ന് ചർച്ചിലേക്ക് ഇതങ്ങ് തട്ടിയേക്കാം. പിന്നെയാണ് അതിന് തക്ക വചനമൊക്കെ ചിന്തിച്ചെടുക്കുന്നത്. എന്തോ ഒരു കഷ്ടമാണ് പ്രിയ സഹോദരങ്ങളെ. വി നീഡ് എ ജനറേഷൻ. നമുക്കൊരു പുതിയ തലമുറ ആവശ്യമാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നൊരു തലമുറ, വചനത്തിലൂടെ ദൈവത്തെ തിരിച്ചറിയുന്നൊരു തലമുറ ആവശ്യമാണ്. അതല്ലെങ്കിൽ ഇതെല്ലാം മാനുഷികമായ അഭ്യാസങ്ങളായിട്ട് അവസാനിക്കുകയുള്ളൂ. ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊണ്ട കാര്യമാണ്. ഇവിടെ കർത്താവ് പറയുന്നത്, അവൻ്റെ പക്കൽ നിന്ന് ഇവൻ്റെ കയ്യിൽ കൊടുത്ത കൃപയുണ്ടല്ലോ, അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അത് വേറെ ആൾക്കാർക്ക് 5 കിട്ടിയവന് കൊടുക്കും. കാരണം ഈ പറയുന്ന സ്വന്തം കഴിവുകളിലുള്ള പ്രസംഗം കൊണ്ട് ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെടുന്നില്ല. ഒരു മനുഷ്യൻ പോലും അതിൽ നിന്ന് ക്ലിയർ ആകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വാങ്ങി, ഈ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് വാങ്ങി 10 താലന്തുള്ളവന് കൊടുപ്പിൻ, ഉള്ളവന് വീണ്ടും വീണ്ടും കിട്ടും. ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ആദ്യം നോക്കുമ്പോൾ ഇത് കരുണയില്ലായ്മയായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നമ്മൾ ആ ഹംബിൾനെസ്സോടുകൂടി, ബ്രോക്കൺനെസ്സോടുകൂടി അതിനെ വിനിമയം ചെയ്യുകയാണെങ്കിൽ, അത് ദൈവത്തിൻ്റെ കൃപാവരമായിട്ട് തന്നെ വിനിമയം ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ആ കൃപാവരങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞ് നമ്മുടെ പ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് അസ്തമിച്ചു പോകും. ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു മാറ്റപ്പെടും എന്ന് കർത്താവ് പറയാനുള്ള കാരണം അതാണ്. പ്രിയ സഹോദരങ്ങൾ, എത്രയോ നിർണായകമാണ് നമ്മുടെ അന്ത്യകാലത്ത് ഒരുക്കത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരുങ്ങാൻ വേണ്ടി കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അത് സഭയോടുള്ള ഒരു മെസ്സേജായിട്ടാണ് ഞാനത് കാണുന്നത്. അതായത് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ധനത്തിൻ്റെ വിനിയോഗം, കൃപാവരങ്ങളുടെ വിനിയോഗം, ശുശ്രൂഷകളുടെ വിനിയോഗം, അത് ഹമ്പിളായിട്ട് കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി അവനോട് കൃപയെ യാചിച്ചുകൊണ്ട് അത് പറയേണ്ടത് ആവശ്യമാണ്, അത് ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ്. മാനുഷികമായ പഠനങ്ങൾ പലപ്പോഴും ആളുകൾ പറയുമ്പോൾ ഞാൻ വിഷമത്തോടെ വിചാരിച്ചിട്ടുണ്ട്. ഗ്രീക്കിൽ ഇങ്ങനെ പറയുന്നു, ഇതിനിങ്ങനെ അർത്ഥമുണ്ട്, അത് അന്ന് ഹെറാഡോട്ടസ് ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ അവൻ അങ്ങനെ പറഞ്ഞോട്ടെ, നമുക്കെന്താ? നമുക്ക് ആകെ അറിയേണ്ടത് കർത്താവ് നമ്മളോട് എന്ത് പറയുന്നതാണ്. ഈ സ്കോളർഷിപ്പ്, ഓറേറ്ററി, അതും ഇതും എല്ലാം കർത്താവിൻ്റെ സഭയെ ബലമില്ലാത്തതാക്കി, ആത്മാവിൻ്റെ ശക്തി ഇല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് ആത്മാവിൽ തന്ന ധനം ക്രിസ്തുവിൻ്റെ സമ്പത്തിൽ നിന്നല്ലാതെ നമ്മൾ ആത്മീകമായ ഒരു ശുശ്രൂഷയിൽ ഒന്നും വിനിയോഗം ചെയ്യാൻ പാടില്ല. അതായത് സമയത്ത് നമ്മുടെ ഇൻഹറൻറ്റ് ടാലൻറ്റ് നമുക്ക് കാണുമായിരിക്കാം. നിങ്ങൾ നല്ലൊരു പാട്ടുകാരനായിരിക്കാം ജന്മന, ഓക്കെ ആയിക്കോട്ടെ, പക്ഷേ അത് ദൈവത്തിന് മുമ്പിൽ തകർക്കപ്പെടണം. കർത്താവ് നിങ്ങളോട് പറയാണ്, നീ ഇനി പാടണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അത് വിട്ട് കളയാൻ നമുക്ക് പറ്റണം. അപ്പോൾ കർത്താവ് ചിലപ്പോൾ സൗണ്ട് തന്നെ ഉപയോഗിക്കാൻ അനുവദിച്ചില്ലെന്ന് വരാം. എന്നോട് ഞാൻ ഓങ്കോളിൽ മിഷണറി ആയിട്ട് പോകുന്ന സമയത്ത് അവിടെ ചില ചർച്ചകളിലൊക്കെ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമായിരുന്നു. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, ഇനി നീ ഞാൻ പറഞ്ഞിട്ട് വാ തുറന്നാൽ മതി. ഒരിടത്തും പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. 3 വർഷം ഞാൻ വെറുതെ ഇരുന്നു. ആ 3 വർഷത്തോളം ഞാൻ വെറുതെ ഇരുന്നു, ഒന്നും അനുവദിക്കും. കാരണം കർത്താവ് പണിയുന്നവരെ വീണ്ടും വീണ്ടും നമ്മൾ തകർച്ചയിലൂടെ പോകുമ്പോഴാണ് ദൈവം എന്താണ് നമ്മളോട് കൽപ്പിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ ധനം എന്തെന്ന് കണ്ടെത്താൻ, അവൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവർ, അവൻ്റെ കൃപാവരങ്ങൾ അനുഭവിക്കുന്നവർ, അത് വിനിമയം ചെയ്യാൻ. ഈ കൃപാവരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അന്യഭാഷയിലോട്ട് പോകരുത്. അന്യഭാഷ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിപരമായ ദൈവമായിട്ടുള്ള ശുശ്രൂഷയാണ്. മനുഷ്യരോടുള്ള ശുശ്രൂഷകൾ അതെന്തായാലും, അത് ഇടയ ശുശ്രൂഷയായാലും ഏതായാലും, അതെല്ലാം ക്രിസ്തുവിൻ്റെ കൃപയിൽ പൂർത്തിയാകുന്നതിന്, നമ്മുടെ കഴിവുകളിലല്ല, ക്രിസ്തുവിൻ്റെ കൃപയിൽ പൂർത്തിയാക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അത് കണ്ടുപിടിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളുടെ ചർച്ചിൽ ഒരാളുടെ താലന്ത്, ഒരു പാസ്റ്ററുടെ താലന്ത് മാത്രമാണ് കാണുന്നത്. പക്ഷെ എന്താണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാം കുഴിച്ചിടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. കർത്താവെ, അത് അങ്ങയുടെ കൃപയിൽ തകർച്ചയോടെ, ബ്രോക്കൺനെസ്സോടെ വിനിയോഗിക്കാൻ, അത് കണ്ടെത്താൻ, കർത്താവ് ഇതെല്ലാം കുഴിച്ചിട്ടിരിക്കുന്നവരായിട്ട് ഞങ്ങൾ കാണപ്പെടാതിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. വൈഷമ്യമാ